സ്കൂൾ തുറന്ന് 2 മാസം കഴിഞ്ഞിട്ടും ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക അച്ചടിക്കായി ഓഗസ്റ്റ് മാസത്തിൽ നൽകേണ്ട പ്രിന്റ് ഓർഡർ ഇതുവരെ KVPS നൽകിയില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളിലുള്ള പുരസ്കാരം നേടിയ വയനാട്ടിലെ മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് വരാന്തലിരുന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കേരള പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇതാദ്യമായി 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും. ഈ അധ്യയന വർഷത്തോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മുഖം മാറും. 141 സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കും. 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക്കുകളാക്കുന്നത്. പഠന നിലവാരം കുറഞ്ഞ സ്കൂളുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി മികവിന്റെ കേന്ദ്രങ്ങളാക്കിയ പ്രിസം പദ്ധതി സർക്കാർ ഏറ്റെടുക്കുകയാണ്. സംസ്ഥാനത്തെ 125 പൊതുവിദ്യാലയങ്ങൾ കൂടി മികവിന്റെ കേന്ദ്രങ്ങളാവുകയാണ്. 46 സ്കൂളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ സമൂലമായ മാറ്റത്തിനൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പോഷക സമൃദ്ധമായ ഭക്ഷണം സാമൂഹ്യ പങ്കാളി പാലക്കാട്ടെ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ബജറ്റിൽ സംസ്ഥാന സർക്കാർ 1000 കോടി രൂപ നീക്കിവെച്ചപ്പോൾ ഞാനും നിങ്ങളും പഠിച്ച ഈ ക്ലാസ് മുറികൾ പാടെ മാറുകയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ ബലത്തിൽ കെട്ടിലും മാറ്റിലും മാറ്റം വരും. പഠനം തീർത്തും ഹൈടെക് ആകും.